ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലനായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു അറബിക് റൈസ്. പതിവ് പോലെ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസാർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അറബിക് റൈസാണ് ഉണ്ടാക്കുന്നത്. ആ റൈസിൻ്റെ പേരാണ് അൻസാരി റൈസ്. ഇത് വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മളിന്നിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ എങ്ങനെ മസാല പുരട്ടാമെന്ന് നോക്കാം. ഒരു ചിക്കൻ ഇവിടെ 2 പീസാക്കിയിട്ടുള്ളൂ. നീളത്തിലങ്ങ് കട്ട് ചെയ്തേക്കാണ്. മസാല തയ്യാറാക്കാം. നമുക്ക് തൈര് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. 2 ടീസ്പൂണാണ് തൈര് ആവശ്യമുള്ളത്. ഏറ്റവും നല്ലത് കട്ട തൈരാണ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമുക്ക് നമ്മുടെ ചിക്കനിൽ നന്നായി ഒന്ന് പുരട്ടി വെക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പം നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ചിക്കൻ ഒരു 20 മിനിറ്റെങ്കിലും മിനിമം ഇതേപോലെ തന്നെ ഒന്ന് വെക്കണം. ഈ മസാലയൊക്കെ ശരിക്കും ചിക്കനിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ടാണ്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 50 ml സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഈ റെസിപ്പിയിൽ വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഇട്ടിട്ടുള്ള സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഒരു വഴനയില, പിന്നെ അതുപോലെ തന്നെ ഒരു തക്കോലം, പിന്നെ ഒരു 3 കഷ്ണം 2 ഇഞ്ച് വലുപ്പമുള്ള പട്ട, പിന്നെ ഒരു 3-4 കരയാമ്പൂ, ഒരു 2-3 ഏലക്ക, പിന്നെ ഒരു പിഞ്ച് മല്ലി, പച്ചമല്ലിയും, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ജീരകവും അതുപോലെ തന്നെ നല്ല ജീരകവും. ഇത് 3ഉം ഓരോ പിഞ്ച് വീതമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ജാതിക്കയും ജാതിപത്രിയും, അതായത് ജാതിക്കയുടെ കുരു ഒരു എണ്ണം ഒന്ന് ഇടിച്ച് അതിൻ്റെ 4ൽ 1 ഭാഗം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പൂവും. അത്രയുമാണ് നമ്മൾ ഇട്ടിട്ടുള്ള സ്പൈസസ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. മാഗിയുടെ 2 ചിക്കൻ ക്യൂബ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. നമ്മളിന്നിവിടെ 1 കിലോ ബസ്മതി അരിയാണ് ഉപയോഗിക്കുന്നത്. അരിയുടെ ഡബിളാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. 1 പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 4 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 കപ്പ് വെള്ളം നമ്മളിതിന് യൂസ് ചെയ്യേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചൂടുവെള്ളത്തിലേക്കാണ് ചിക്കൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം അതിലേക്ക് വെക്കാൻ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പം ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയപ്പോൾ ഞങ്ങളിതൊന്ന് തുറന്ന് നോക്കി. നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കുന്നില്ല. അപ്പോൾ ചിക്കൻ്റെ 2 വശവും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വെച്ചിട്ടുള്ള പാത്രത്തിൽ ചിക്കൻ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മുങ്ങിക്കിടക്കാത്ത പാത്രത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ 2 വശവും കുക്കായി കിട്ടും. അപ്പോൾ വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് ഏകദേശം ഇത് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാലറിയാലും എന്നൊക്കെ ഇറച്ചി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി വേവുന്നതിനുള്ള കറക്റ്റ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലുള്ളത്.
അതായത് നമ്മൾ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട്. അരിയുടെ ഡബിളാണ് നമ്മളിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ വെന്ത് വന്നപ്പോഴേക്കും അതൊക്കെ ഏകദേശം കൃത്യമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അരി വേവാനുള്ള വെള്ളമേ ഇതിലുണ്ടാവുള്ളൂ. നമ്മൾ അരി കഴുകി വാരി വെച്ചിട്ടുള്ളൂ, പ്രത്യേകം കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഒരു നാരങ്ങ കുരുവെല്ലാം കളഞ്ഞ് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മുടെ ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം. പകുതി വേവായിട്ടുള്ള നമ്മുടെ റൈസിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. നീളത്തിലരിഞ്ഞിട്ടുള്ള 2 ക്യാരറ്റാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് വേവുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്നുകൂടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കളർ പൊടി കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കളർ പൊടി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സാക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ പാൻ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മുടെ പാൻ ഒരുപാട് വലുതാണെങ്കിൽ മാത്രമേ 2 ചിക്കനും 2 പീസായിട്ടാണല്ലോ നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്, 2 ചിക്കനും ഇടാൻ പറ്റുള്ളൂ. ഇത് നന്നായി ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരുപാട് വേവാനൊന്നുമില്ല. ഇതിൻ്റെ പുറം വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു വശമാവുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത ചിക്കനും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പുറം വശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് കളറായി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. നമ്മളിപ്പോൾ ഇവിടെ പൊരിച്ചെടുത്തത് ബേക്ക് ചെയ്തെടുത്താലും നല്ലത് തന്നെയാണ്. ബേക്ക് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് കുക്കായി കിട്ടും. നമ്മുടെ ഈ ചിക്കനും ഇപ്പോൾ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസെല്ലാം നന്നായി ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഈ റൈസിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കനെല്ലാം നമ്മളിപ്പോൾ റൈസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. റൈസ് കുക്കായപ്പോൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. റെസിപ്പികളിൽ വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ 9539880881. നമ്മുടെ അറബിക് റൈസൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നത്. സ്മോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് കനലിട്ട് കൊടുക്കുക. നിങ്ങൾ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ കനലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമുക്ക് ഒരു ചിരട്ട കത്തിച്ച് അതും എടുത്താലും മതി. ഒരു കനൽ രൂപത്തിലാക്കിയിട്ട് ചൂടോട് കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള ഈ കനൽ നമ്മൾ റൈസിലേക്ക് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ട നല്ല പോലെ പുക വന്നത്. ഇതപ്പം തന്നെ ക്ലോസ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഇതേപോലെ വെച്ചിട്ട് തുറന്നാൽ മതി. 5-10 മിനിറ്റ് വെച്ചാലാണ് അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ റൈസിന് കിട്ടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള റിയൽ ആ ഒരു അറബിക് ഫ്ലേവർ നമ്മുടെ റൈസിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അൻസാരി റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെയല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജായിട്ട് ഇടാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ 9539880881 എന്ന വാട്സാപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളായിട്ട് കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.